തെക്കേപ്പാടത്ത് ഞങ്ങളുടെ പുതിയ സൈക്കിളജം തുടങ്ങിയിട്ടുണ്ട്. അവിടെ സൈക്കിളജത്തിന് വന്നതാണ്. അപ്പോൾ എല്ലാവരും പഴം കണക്കിരിക്കാതെ ഒന്ന് കൈയടിച്ച് കയറ്റി വയ്ക്കണം. മനസ്സിലായി. രണ്ട് വയറ്റിപ്പഴപ്പിൻ്റെ കേസാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും വൈകിട്ട് 7 മണിക്ക് നമ്മുടെ സൈക്കിളജം കാണാൻ വരണം. എന്താ ദേവി, ഈ ശംഖു ഒരു പാവമല്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്തേ ദേവി ഇറങ്ങി വരാത്തെ? ദേവി, പറയൂ. ആരായത്? ഞാനാ ഈ കോലത്തെ ദേവി. ഈ കോലത്തിനൊക്കെ ആടാ ദേവി എന്ന് പേരിട്ടത്? ആനപ്പാറ അച്ചമ്മ വന്നിട്ട് പറയാ ദേവി. അത് പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളാരാ? എന്താണ് നിങ്ങളാരാ? ഞാൻ ശംഖു. ഈ കോലത്ത് ശംഭുവിന്റെ കച്ചവടം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇവിടെ ശംഭു ബീഡി സിഗരറ്റ് തീപ്പെട്ടി അച്ചാറ് ഡിസ്പെൻസ് ഗ്ലാസിന്റെ കച്ചവടം ഇവിടെ ഇല്ലല്ലോ. അതല്ല, ഞാൻ തെക്കേപ്പാടത്ത് സൈക്കിളച്ചത്തിന് വന്നതാണ്. ഇല്ല, 15 വർഷത്തിന് മുമ്പ് ഞാൻ സൈക്കിളച്ചൻ നിർത്തി. ഇപ്പോ കണ്ടംപററിക്കാണ് ഞാൻ പോകുന്നത്. കണ്ടംപററിയാ? കണ്ടാ പറയൂലല്ലോ. അത് കയ്യിൽ വിളക്കിരിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 2 തലവന്തരം മറിഞ്ഞിട്ട് വിളക്കി ഇതിനെ മണ്ടക്കാരന് വി പോലെ കാണിച്ചു തരാറുണ്ട്. അല്ല, ഈ വിളക്കത്തിലോട്ട് കിടക്കുന്നത് പിന്നെ നിന്നെ മാത്രം കണ്ടാ മതിയാ? എന്നെ കാണണ്ടേ? എടാ, സ്വയം ബൂസ്റ്റപ്പ്. പിന്നെ ഈ സുനിൽ ചൗവരെയൊക്കെ ലൈറ്റ് ഒന്നും നമുക്ക് കിട്ടിയല്ലേ? ഒരു ഗസ്റ്റും പെമ്പിള്ളേരൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ലൈറ്റും വെച്ചിട്ട് ഇങ്ങനെ മച്ചിലും പിടിച്ചേക്കും. ഇതിപ്പോ സ്വന്തം ബൂസ്റ്റപ്പിന് വേണ്ടി നമ്മൾ തന്നെ ലൈറ്റും ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് നടക്കുന്നത്. ആരാ മനസ്സിലായില്ല? ഞാൻ തെക്കേപ്പാടത്ത് സൈക്കിളച്ചത്തിന് വന്നതാണ്. എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൺകെട്ട്. അയ്യോ, എത്ര ദിവസം കൊണ്ടുള്ള ക്ഷമയാണെന്നറിയാമോ? മാറുന്നില്ല. ഉണ്ടെങ്കിത്താ കറക്കണ്ട. പറയും കറക്കണ്ടാണ്. കൽക്കണ്ടല്ല, കൺകെട്ട്. കൺകെട്ട് അല്ല, ഇത് ആരാണ് മനസ്സിലായില്ല? ഇത് എന്റെ ചേച്ചിയാണ്. ഞങ്ങള് അനിയത്തിയും ചേട്ടത്തിയാണ്. ഒന്നും ചേച്ചിയാ? അതൊന്നും ചേച്ചിയാണ്. നീ എന്താടാ എന്നെ കളിയാക്കണേ? നിനക്ക് കണ്ടാ മനസ്സിലാവൂടാ ഈ അച്ചിന് വാർത്ത പോലെ ഇരിക്കുന്നത്? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഈ കുടുംബത്തിലുള്ളവർക്ക് തന്നെ മാറിപ്പോന്ന്. ഞങ്ങൾ അനിയത്തിയും ചേട്ടത്തിയാണ്. ഞാൻ ഇപ്പൊ അനിയത്തി ചേച്ചിയാണെങ്കിലും ചില സമയത്ത് ഞാൻ വിചാരിക്കും ഞാനാണ് ചേച്ചിയെന്ന്. അങ്ങനെ മാറിപ്പോന്ന്. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എപ്പോഴെന്നറിയാം? ഇലക്ഷൻ വരുമ്പോ ചേച്ചി രാവിലെ പോയി വോട്ടിടും. ഞാൻ അത് കഴിഞ്ഞിട്ട് വോട്ടിടാൻ ചെല്ലുമ്പോഴേ രാവിലെ ഒന്ന് വോട്ടിട്ടല്ലേ? അതേപോലെ തന്നെ ഈ അമ്പലത്തിൽ തൊഴുവാൻ പോകുന്ന സമയത്ത് രാവിലെ ചേച്ചി പോയി തൊഴു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ തൊഴുവാൻ പോകുമ്പോഴേ എന്ത് 2 പ്രാവശ്യം തൊഴുവാൻ വന്നത്? അത്ര അച്ചിരി വാർത്ത ഇരിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാനൊരു ഉപായം കണ്ടെത്തി. കാരണം ഓരോരുത്തർക്ക് വരുന്നിങ്ങനെ നമുക്ക് അത് കൺഫ്യൂഷൻ ആകുമ്പോഴേ അങ്ങനെ ആ ഉപായം ഞാൻ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അതിനുശേഷം ഞാനിതറിയാമോ, ഇതുപോലെ ഇങ്ങനെ ഒരു അടയാളം, ഇതെങ്ങനെ ഇതുപോലെ ഒരു അടയാളം വയ്ക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ആ ബുദ്ധിമുട്ടുണ്ടോ? അല്ല ഇല്ല ഇല്ല. ഇല്ലല്ല. പിന്നെ ചോദിക്കുന്നോണ്ട് തോന്നരുത്. ഇല്ലത്ത് ആരൊക്കെയുണ്ട്? കൊല്ലത്ത് കൊട്ടിയത്ത് എൻ്റെ മാമനും കൊച്ചിച്ചനും പിള്ളേരും താമസമുണ്ട്. പിന്നെ കൊല്ലത്ത് ചാത്തന്നൂർ അളിയനും ചിറ്റമ്മയൊക്കെ താമസമുണ്ട്. പിന്നെ കൊല്ലത്ത് ചിന്നക്കടല് അളിയൻ്റെ മാമൻ്റെ അനിയത്തിയുടെ ഇള കുഞ്ഞമ്പര 2 മക്കളെ ചേച്ചിയുടെ മക്കളെ അവിടെ താമസമുണ്ട്. പിന്നെ മയ്യനടുത്ത് ശശാങ്കനുണ്ട്. കൊട്ടിയത്ത് ബിനീഷുണ്ട്. കൊല്ലത്താരങ്ങളുണ്ട്? എന്റെ കൊല്ലത്താരല്ലോ. നിങ്ങൾ കൊല്ലത്തൊക്കെ അല്ല, നിങ്ങൾ പറഞ്ഞു കൊല്ലത്താര താമസം. കൊല്ലത്തല്ല, ഇല്ലത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതാ. ഇല്ലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തിനു കൂടുതൽ ഇത് തന്നെ ഒന്ന് പോരെ? പക്ഷെ ഞാൻ മാത്രം ഉണ്ടെങ്കിലും ഞാൻ ഇല്ലത്തുള്ളത് അറിയാൻ പറ്റില്ല. അത്ര സൈലന്റ് ആണ് ഞാൻ. ഇല്ലത്തുള്ളത് ആർക്കും ഞാനൊരു ശല്യമില്ല. പടിപ്പര വാതിൽ തുറക്കുന്ന സമയത്ത് അതിനകത്ത് അങ്ങനെ ഒരാളുള്ളത് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ചില പെണ്ണുങ്ങളെ പോലെ മതിലിന്റെ മണ്ടേക്കായിരുന്നു ഒരു പയ്യന്മാരെ ഞാൻ ശല്യം ചെയ്യാൻ പോകുന്നില്ല. ഒരു പെണ്ണുങ്ങൾ അടുക്കളയിൽ ഞാൻ പോകുന്നില്ല. ഒരു പെണ്ണുങ്ങൾ നുണ പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നില്ല. ഞാൻ ആരും കുടുംബത്തെ ശല്യം ചെയ്യുന്നു പോകുന്നില്ല. നീ എന്നെ പറ്റി നീ ജംഗ്ഷനിലെ റോട്ടിലെ പൈപ്പിന്റെ അവിടെ ചെന്ന് നീ അന്വേഷിച്ച് നോക്കടാ. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു നാക്കുകാരിയല്ല. കേട്ടാ കേട്ടാ കേട്ടാ. അത്ര സൈലന്റ് ആടാ ഞാൻ. അതെനിക്ക് തോന്നി. അതൊക്കെ പെട്ടെന്ന് തെക്കേപ്പാടത്ത്
എന്റെ സൈക്കിളജ് ഉണ്ട്, കാണാൻ വരണം. ഇല്ല, ഞാൻ വരില്ല. സൈക്കിളജക്കാരെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കിളജക്കാരൻ ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ പേരും ശംഖു എന്നായിരുന്നു. എന്റെ ഈ പാവപ്പെട്ട ചേച്ചി പ്രണയത്തിലായി. ഇന്ന് രാത്രി അവര് കാളവണ്ടിയിൽ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം സൈക്കിളജക്കാരെ എനിക്ക് ഇഷ്ടമല്ല. പോ 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 എനിക്ക് ഇഷ്ടമില്ല. ദേവിയെ കണ്ടപ്പോ തന്നെ എനിക്ക് പെരുവിരളിൽ നിന്ന് പെരുത്ത് കയറിയാണ്. എന്നാലും പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ വിളിച്ച എന്റെ കൂടെ വരുമോ? ഇല്ല, ഞാൻ വരില്ല ദേവി. കാരണം എന്റെ ചേച്ചിക്ക് പറ്റിയുള്ള തവത്തം എനിക്ക് പറ്റരുത്. തവത്തം ഞാൻ വരില്ല. അത് വിട്, ഇത് മൊത്തം പോയി കിടക്കേട്. ദേവി, അവസാനമായും ചോദിക്കുകയാണ്, ദേവി എൻ്റെ കൂടെ വരുന്നോ? നീ എങ്ങനെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ നരകത്തിൽ നിന്ന് ദേവിയെ ഞാൻ രക്ഷപ്പെടുത്താം. അതിന് നീ ഇങ്ങനെ പാടുപെടേണ്ടതിന് എന്നാ എടാ, അങ്ങനെ വിളിക്കണ്ട. അല്ല, ഒറ്റ പിസിലടിച്ചാൽ ഞാൻ ഡ്രസ്സും എല്ലാം എടുത്ത് മതിലടിച്ച് അങ്ങ് വരല്ലേ. ഇങ്ങനെ എടുത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ആവശ്യമില്ല. ഈ കുക്കറിന് പിസിലടിക്കുമ്പോൾ 4 സൈഡ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റും. ഒറ്റ പിസിൽ. അതാണ് നമ്മൾ അലൈൻമെന്റ്. ചിലർ ഈ മീൻ കച്ചവടക്കാരന്മാരി എന്നെ പറ്റിക്കും. അവരെന്ന് പിസിലടിക്കുമ്പോഴേ ഞാൻ പറ്റിച്ചൊരു തുണി എടുത്തുകൊണ്ട് ഞാൻ ചാടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവരെടുത്തിട്ട് മക്കളെ അങ്ങനെ ഞാൻ നാണം കെട്ട് തിരിച്ചു. ഇത് അലൈൻമെന്റ്. അതാണ് ഒറ്റ പിസിൽ അടിച്ചേക്കരുത്. ഇറങ്ങി വരാൻ തോന്നുന്നു. അപ്പോ ഇന്ന് വൈകിട്ട് 7 മണിക്ക് സൈക്കിളജ് കൊണ്ട് വരണം. ഇല്ല, ഞാൻ വരില്ല. അത് ചേച്ചി മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യോ, 2 മാജിക്ക് എന്റെ മുമ്പ് കാണിക്കോ? കൺകെട്ട് വേണമെങ്കിൽ കാണിക്കാം. ഒരു കൺകെട്ട് കാണിക്കാം. കണ്ണട ചെയ്യൂ. ഞാനും എന്റെ ചേച്ചിയും പണ്ട് ഒരുപാട് ഞങ്ങള് സൈക്കിളജ് കാണാൻ പോയിട്ടുണ്ടല്ലേ ചേച്ചി. കൺകെട്ട് കാണിക്കാം. ഇത് കൺകെട്ട്, ഇത് മൂക്കിക്കെട്ട്, ഇത് ഉച്ചി കെട്ട്, ഇത് വേറെ റൈറ്റ് ഉണ്ട്. ഇത് എത്തൂല, എന്നാൽ ഇത് വയറ്റി കെട്ട്. ഇത് കഴിഞ്ഞിട്ട് തന്നെ വെളിയിൽ ആ റബ്ബറിൽ കൂടെ കെട്ടിയും കിട്ടും. ഇതാണ് ഉദ്ദേശിക്കുന്നത് കൺകെട്ട്. ഇത് ആ സൈക്കിളിൽ വന്ന സമയത്ത് ഇതാണ് കാണിക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഇറങ്ങി വരേണ്ടി വരില്ലായിരുന്നു. അപ്പൊ ഈ സ്കിറ്റ് ഒരു തീരുമാനം മടക്കി വെക്കാറ്. അങ്ങനെയാണെങ്കിൽ വേറൊരു കൺകെട്ട് ഐറ്റം കാണിച്ചില്ല. കാണിക്കൂ. മുഖം നോക്കുന്ന കണ്ണാടിയെ ഞാൻ കുരങ്ങിയാക്കും. അയ്യോ, ഇന്നുവരെ ഞാൻ അങ്ങനെ ഒരു മാജിക്. ഇത് മുഖം നോക്കുന്ന ഒരു കണ്ണാടിയാണ്. നോക്കട്ടെ. ആണല്ലോ, നോക്കട്ടെ. അടിപൊളി, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലല്ലോ. അയ്യോ, നല്ല അടിപൊളി കുരങ്ങ്. അതെന്റെ പുതിയ ഐറ്റം. ഞാൻ പണ്ട് ഞാനും ചാച്ചി ഒരുപാട് മാജിക് ഇതുപോലെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചതല്ലേ ഒരു സാധനം. ഞാൻ ഇതിന്റെ ഒരു കൊമ്പില്ലാത്ത കാളെ കാണിച്ചേട്ടെ. നല്ല സുന്ദരനായ ചെറുപ്പം. ഇല്ല, കൊമ്പില്ലാത്ത കാളല്ല. നീ മാത്രം ഷൈൻ ചെയ്ത്. അല്ല, ഞാൻ കാണിച്ചു നോക്കട്ടെ. ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഇല്ലത്ത് ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ആരാണ് പാടുന്നത്? ഞാനാ പാടുന്നത്. ഞാനാ ഈ കോലത്തെ ചിത്ര. ഞാൻ വിചാരിച്ച ചേച്ചി ആയിരിക്കും പാടുന്നത്. ഇല്ല, ചേച്ചി വന്ന് ഇരിക്കുകയുള്ളൂ. വീടേ വെച്ചിട്ടുണ്ട്. അല്ലേ, ഞാൻ ഇന്നീറിൽ ഇട്ട് കൊടുക്കും. ഞാൻ ഡബ്ബി ഇട്ട് കൊടുക്കും. അല്ലേ, വിരോധമില്ലെങ്കിൽ എനിക്ക് ആ പാട്ടൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. കേൾപ്പിക്കാം. ചേട്ടന് വേണ്ടി ഞാൻ കേൾപ്പിക്കാം. കേൾപ്പിക്കൂ. കള്ളത്തടി വന്നുകൊണ്ട് പോവാണോ? ഞാനും ചേച്ചി ഇവിടെ ഇരുന്ന പാട്ട് പാടാറുള്ളത്. അല്ലേ, ഇതാകുമ്പോൾ നല്ല കാറ്റ് കിട്ടും. ദേവിയുടെ പാട്ട് എന്നെ ഒരുപാട് മോഹിപ്പിക്കാറുണ്ട്. ഞാൻ പാടി കഴിയട്ടെ. ഇത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ട്. പാട്ടിൽ ഞാനുണ്ട്. ഇല്ല, ചിത്രം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വേറെ എല്ലാം ഉണ്ടെന്ന്. അല്ലെ, പാട്ടിൽ ഞാനും ഉണ്ടെന്ന്. ഞാനും ഉണ്ടെന്നല്ല, പാട്ടിൽ നല്ല ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ചുമ്മാതാണോ 15 വർഷം കൊണ്ട് ഞാൻ സംഗീതം പഠിച്ചിട്ട് ഈ വയലിൻ വെച്ചോണ്ടിരുന്ന് പാടിയത്. വയലിന് ക്ലാർനെറ്റ്. ഇത് ക്ലാർനെറ്റാ? തബല. ഇതിന്റെ പേര് ഇത് വീണ. അല്ല, വീണ അല്ല, ഞാൻ കൊണ്ടുവച്ചതാണ്. അതല്ലെന്ന്, ഇതിന്റെ പേരാണ് വീണ. വീണ വെച്ച് പാടിയത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ചേട്ടന്റെ മാജിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പാട്ടും ഇഷ്ടപ്പെട്ടോ. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ദേവി എന്നോടൊപ്പം വരുന്നോ? നീ അതിന് കിടന്ന് ഇങ്ങനെ അഭിനയിക്കുന്ന എന്തിനാണ്? അത്ര പാടുപെടണ്ട.
ഒറ്റ പിസില്. പിന്നെ പ്രേമിക്കൊന്നും വേണ്ട, എന്നെ വിളിച്ചാൽ ഞാൻ നമുക്ക് പോവാപ്പോ. വന്നോളാം. നമുക്കേ ഒരു കാര്യം ചെയ്യാം, എന്റെ ചേച്ചിയോട് അനുവാദം മേടിച്ചിട്ട് പോകാം. തന്നല്ലേ? കാരണം അതൊരു കീഴ്വഴക്കമാണ്. ചേച്ചിയോട് അനുവാദം മേടിച്ചിട്ട് പോകാം. പോലെ ഇഴക്കയറിനകത്ത് വീണ വായിക്കുന്ന ആദ്യമായിട്ട്. അതെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ആ സൈക്കിളച്ചക്കാരനോട് പ്രേമിച്ച് പോയതുപോലെ ഞാനും പോവുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കീഴ്വഴക്കമാണത്. ചേച്ചി അനുഗ്രഹിക്കണം ചേച്ചി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇറങ്ങി പോയ സമയത്ത് ചേച്ചിയെ ആരും വിളിച്ചില്ല. അതുപോലെ ഞങ്ങളും പോകുമ്പോൾ അങ്ങ് പൊട്ടുപോലെ അങ്ങ് പോകുന്നത് വരെ ചേച്ചി ഞങ്ങളെ വിളിക്കരുത്. ഞങ്ങളങ്ങ് പോവും. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരണം, ഈ സ്കിറ്റിൻ്റെ അഭിപ്രായം പറയണം. അഭിപ്രായം കാണൂല, അതുകൊണ്ടാണ് ഡയറക്ടറെ വായിരിക്കണ കേൾക്കണം. പിന്നെ അവിടെ കുറേ നാക്കും തുടങ്ങിയിരിക്കണം, വല്ലതൊക്കെ വിളിക്കാൻ പറയാം. ഡയറക്ടറുടെ വായിന്ന് മാത്രമല്ല എൻ്റെ പറഞ്ഞത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ വിളിക്കരുത്. കാരണം സിനിമയുടെ ക്ലൈമാക്സ് തിരിച്ചു വിളിക്കില്ല. അപ്പൊ ചേച്ചി തിരിച്ചു വിളിക്കില്ലെന്നുള്ള ശംഖു ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ. ഈ നരകത്തിൽ നിന്ന് നിന്നെ ഞാൻ കരകയറ്റും. അതെ നീ വാ. ഇല്ല ചേച്ചി തിരിച്ചു വിളിക്കില്ലെന്ന ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ പോട്ടെ ചേച്ചി. ഞങ്ങൾ അനുഗ്രഹിക്കണേ. നന്നായി വരട്ടെ. തിരിച്ചു വിളിക്കല്ലേ? എന്നാലും നീ അത് വീണ നീ പൊട്ടിച്ചിട്ടാണ് ഈ പോകുന്നത്. അത് കുഴപ്പമില്ല ചേച്ചി, വീണല്ലത് സ്കിറ്റേ പൊട്ടി. വീണ ഹലോ 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 ഓയ് ഹലോ ഹലോ ഓയ് ഈ സ്കിറ്റിൽ നിന്ന് പ്രേക്ഷകരെ എങ്ങനെ കരകയറ്റും? കട്ട് ചെയ്യാൻ സമയമല്ല, കേറിക്കോ. ലക്ഷ്മി സൂപ്പറായിരുന്നു. ലക്ഷ്മി ഈ സ്കിറ്റിനകത്ത് സൈക്കിൾ യജ്ഞക്കാരിയാണ്. അതേ കോസ്റ്റ്യൂം ഉർവശിയാണ്. ഈ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? ഏതൊരു ആൺകുട്ടിക്കും കണ്ട ഒറ്റൊരു നോട്ടം നോക്കാൻ തോന്നും അല്ലേ? അത്രയും ഒരു വശീകരണത. ഞങ്ങൾക്ക് അത്രക്ക് ദാരിദ്ര്യമില്ല. അല്ല, പല ക്യാരക്ടറും പറഞ്ഞ സമയത്തെ ചേച്ചി ഭയങ്കര ചിരിയായിരുന്നല്ലേ ചേച്ചി? ഞാനത് മൊത്തത്തിൽ കണ്ടപ്പോഴേ ഇനി ആൾക്കാർ വിഷ്ണു ലോകം കാണുമ്പോ ഒരു സെക്കൻഡെങ്കിലും ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയോ? അത് കണ്ടു ആ സിനിമയിൽ തോന്നിപ്പോയി. ഈ സിനിമയിൽ എന്തായാലും സ്പൂഫാണ്, പക്ഷെ സ്റ്റാർ മാജിക്കിന്റെ രീതിയിൽ റൂട്ട് കംപ്ലീറ്റ്ലി വേറെ. കമ്പാരിസണേ പറ്റില്ല. അത് ഇത് എന്നാലും മോഹൻലാലിന്റെ ശരിക്കും അനുകരിച്ചത് സൂപ്പർ ആയിരുന്നു. ആ ഗെറ്റപ്പും ഇതും എനിക്ക് ശരിക്കും ആ ഒരു വിഷ്ണു ലോകത്തിന്റെ ഷൂട്ടിന്റെ ഇതിലേക്ക് പോയി. എസ്പെഷ്യലി പാട്ട് പാടുമ്പോൾ അവിടെ കിടന്നിട്ട് ലാല മറ്റേ മരത്തിന്റെ ചോട്ടിലൊക്കെ കിടക്കുന്ന ആ ഒരു മൊത്തത്തിൽ ആ ഒരു റെഡിയാക്കി. നിങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അതെ ആ പാട്ടില് മുരളിച്ചേട്ടനാണ് ഉള്ളത്. അതിന്റെ പാട്ട് ഈ ആദ്യ വസന്തമേ പാട്ടില് മുരളിച്ചേട്ടൻ വരുന്നതാണ്. ലാല് പുറത്തുനിന്ന് വരുന്നതാണ്. ലാല് പുറത്തുനിന്ന് അത് കേട്ടിട്ട് വരുന്നതാണ്. പക്ഷെ ഈ സെറ്റുമുണ്ട് അടിപൊളി. മാത്രം തങ്കുന്റെ വേ ഹി പോർട്രേഡ് വളരെ നന്നായിരുന്നു. പക്ഷെ ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കാണ്ട് ശരിക്കും നല്ല രസമാണെങ്കിലും അടിപൊളിയായിരുന്നു. ത്രൂ ഔട്ട്. അതായത് ഇവര് വീണെടുത്ത് കിടന്ന് വീണടം വിഷ്ണുലോകം എന്ന് പറയുന്ന പോലെ തന്നെ വീണെടുത്ത് കിടന്ന് ആ ഉരുളനേനും ഭയങ്കര ഭംഗിയായിരുന്നു. ആ ഒരു വളരെ നന്നായിട്ടാണ് ഇവർ തമ്മിലുള്ള കോൺവെർസേഷനും സൂപ്പർബായിരുന്നു. വെരി ഗുഡ്. ശരി, ഓക്കെ. എന്തെങ്കിലും ഓർമ്മകള് ലൈക്ക് റീകളക്ട് ചെയ്യാനുണ്ടോ ഈ ഒരു സിനിമ സെറ്റിൽ ഉണ്ടായ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു ഓർമ്മകള്? ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും അഭിനയിക്കാൻ വന്നപ്പോൾ നയം വ്യക്തമാക്കുന്നു, പിന്നെ എന്നും നന്മകൾ, വിഷ്ണു ലോകം, ഈ 3 പടമാണ് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തത്. ഇൻഫാക്ട് വിഷ്ണു ലോകം എന്ന ആ ക്യാരക്ടർ ഓഫ് കോഴ്സ് അതുപോലത്തെ ഈ എന്താ പറയുക സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു സ്ഥിരം സ്റ്റാർട്ടിങ് 80s ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ, എസ്പെഷ്യലി ആ ഒരു പ്രത്യേക ഷോട്ട് ദേവി എന്ന് പറയുന്ന ഒരു സംഭവം. മാഡം പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ബാക്കിൽ നിന്ന് വരുമെന്ന്. ഇല്ല, അത് വളരെ നന്ദി. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ എന്തോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തിരിഞ്ഞു. അത് നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. അത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പാട്ട്
ഇന്നും ആ പടത്തിന്റെ ഈ പ്രത്യേക ഷോർട്സ്, എസ്പെഷ്യലി ആ എൻഡിങ് ഇപ്പൊ കാണിച്ചില്ലേ, ആ ഒരു ക്ലൈമാക്സ് അത് ആക്ച്വലി ഭാരതപ്പുഴയിൽ അന്ന് വെള്ളമില്ലായിരുന്നു, അതുകൊണ്ടാണ് നടന്നു പോയത്. ആക്ച്വൽ സീനിൽ സപ്പോസ് ടു പിക്ക് ഹർ അപ്പ് ആൻഡ് ക്രോസ് ദി റിവർ, അങ്ങനെ ആയിരുന്നു. പക്ഷേ അത് സ്ക്രിപ്റ്റില് പിന്നെ വെള്ളമില്ലായിരുന്നു, നടന്നല്ലേ. ഈ സിനിമ ഹ്യൂമർ ആക്കാൻ ഭയങ്കര പാടാണ് ചേച്ചി, കാരണം അത്രയും മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പടം, എലമെന്റ് മാത്രമേ ഉള്ളായിരുന്നു. ചേച്ചി എങ്ങനെ അത് തിരിച്ച് ബിഹേവ് ചെയ്യും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതിൽ നിന്നുണ്ടാക്കിയൊരു ചെറിയ നന്നായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ഒരിക്കലും അത് പക്ഷെ വളരെ നന്നായിരുന്നു കേട്ടോ. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. താങ്ക് യു സോ മച്ച്. സ്കിറ്റ് കഴിഞ്ഞിട്ടും ക്യാരക്ടർ വിടാതെ നിൽക്കുന്ന ഈ ലാലേട്ടന് ഒരു കൈഡി കൊടുക്കണം, ഈ സാവിത്രിക്ക് ഒരു കൈഡി കൊടുക്കണം. എന്നിട്ട് എപ്പോ തുടങ്ങും ചേച്ചി? തുടങ്ങും, പ്രോപ്പർട്ടീസ് വരുമ്പോ ചേച്ചി തുടങ്ങിപ്പിക്കും. ചുമ്മാ സൈക്കിൾ ഒന്ന് മാറ്റി വയ്ക്കും, ചവിട്ടി വെക്കണം. നമ്മള് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാലയ്ക്ക് എത്ര റേറ്റ് കാര്യങ്ങൾ? മാലയ്ക്കോ? ഈ മാല വിൽപ്പന ചേട്ടാ, ഞാൻ ഭയങ്കര റിച്ച് ആണ്. അത് കാരണം കഴുത്തിലിടാനുള്ളതൊക്കെ ഞാൻ അരയിലും കാലിലും ഒക്കെ ഇട്ടിട്ട് വരും. ഹാർഡായി പോയത്. അതെ അതെ. മോളുടെ ഡ്രസ്സിന്റെ കാര്യമാണോ പറയുന്നത്? ലക്ഷ്മിയുടെ ഡ്രസ്സാണോ? അതാ ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കണേ. ഇറ്റ് ലുക്സ് കൂൾ. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡ്യൂഡ്, താങ്ക് യു. നമ്മുടെ ശിവരാത്രി ഈ മണപ്പുറത്ത് ഈ സർക്കസുകാർ വരുമല്ലോ, അതിനകത്ത് ഓരോ ഐറ്റം കറക്കാനും സ്വിച്ച് ഓൺ ചെയ്യാൻ നിൽക്കുന്ന ഭായിമാരെ പോലും അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ലടാ. ഓക്കേ, ലക്ഷ്മി എന്ന ആൺകുട്ടി എല്ലാവരെയും മാം ഒന്ന് ശരിക്കും നോക്കി വെച്ചോളൂ. വേറൊരു രൂപത്തിലേക്കും ഭാവത്തിലേക്കാണ് ഇവര് പോണത്. നന്നായിട്ടൊന്ന് സ്കാൻ ചെയ്തെടുത്തോളൂ. ശരിക്കും നോക്കിയല്ലോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഇനി ഇവരുടെ രൂപവും ഭാവവും ഒക്കെ മാറാൻ പോവാണ്. കാരണം നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഒരു കോംബോ ഗെയിമിലേക്ക് നമ്മൾ വരാൻ പോവാണ്. മൂവിങ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് പരകായ പ്രവേശം. ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2 പേരായിരിക്കും വരിക. ഏറ്റവും ആദ്യത്തെ 2 പേര് ഈ വിൻഡോന്റെ ബാക്കിലേക്ക് നമ്മൾ പോകുന്നു. പോയതിനു ശേഷം അവിടെ കുറച്ച് പേർക്ക് പ്രോപ്പർട്ടീസും കോസ്റ്റ്യൂംസും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വന്ന് ഇവിടെ പ്ലേ ചെയ്യണം. ഓക്കെ, അത് പെർഫോം ചെയ്യണം. പെർഫോം ചെയ്യുന്ന സമയത്ത് ബാക്കി അടുത്ത 2 പേർ ഇവിടെ ഔട്ട്ഫിറ്റ്സ് ഇടുന്നുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ 3ലേക്ക് പോവുക. എന്താണോ അവിടെ ഔട്ട്ഫിറ്റ് ഉള്ളത് അത് നിങ്ങൾ വേറൊരാളായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഫണ്ണായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ എല്ലാ ഔട്ട്ഫിറ്റും ഇട്ടിട്ട് നിങ്ങൾ വരിക. വന്നതിന് ശേഷം പെർഫോമൻസ് വിത്ത് ഡയലോഗ് ആയിരിക്കണം. ബിനിച്ചേട്ടന്റെ ടീം എന്ന് പറയുന്നത് ബിനിച്ചേട്ടനും മാൻവിയും കൂടെ ഒരു കോംബോ ആണ്. നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് ലൈക്ക് ഈ വീട് നിങ്ങൾക്ക്. അതിനുശേഷം ജിഷിൻ ചേട്ടനും അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശരണ്യയ്ക്കും. ബിനിച്ചേട്ടൻ അതിനുശേഷം 3rd യൂസ് ചെയ്യണം, ജിഷിൻ ചേട്ടൻ 4th യൂസ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗെറ്റ് റെഡി. ആദ്യത്തെ തീം മാത്രം നമ്മളിതാ റിവീൽ ചെയ്യാണ്. And that is സ്ഫടികം. എങ്ങനെ എണീക്കും?
കുഞ്ഞിക്കുണ്ണൻ, മുന്തിരിക്കല്ലിന് കയ്പാണല്ലേ? ഈ കല്ലിന്റെ കയ്പ് നീ ഒന്ന് അറിയണം. അയ്യോ എനിക്ക് അമ്മച്ചാണ്, ഞാൻ കള്ളു കുടിക്കില്ല. അപ്പൊ ഇത്ര നേരം കഞ്ചാവാണ് കുടിക്കടി കുടിക്കി. ഇതിലെ ചിരി ഇതിലെ തുപ്പുമായിരുന്നു. ചാക്കോ മാഷ് എനിക്ക് പകരം 18-ാം പട്ട തെങ്ങ് വെച്ചു. ആ തെങ്ങ് കൊലച്ചിട്ട് വേണം അത് ചെത്തി ഞാൻ ഇനി കള്ളു കുടിക്കാം. അപ്പൊ പിന്നെ ഷാപ്പിൽ പോകേണ്ട കാര്യമില്ലല്ലോ. പ്രേക്ഷകർ പറഞ്ഞും വെക്കും തെങ്ങ്. ഇത് ആട് തോമല്ല, ഇത് തോട്ടിക്കിടക്കണ ആമ. ഇതിന് പറ്റിയൊരു പാട്ട് ഇപ്പൊ അങ്ങ് വെച്ചേർത്തേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്നെ എല്ലാവരും വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് വീണ്ടും വിഷ്ണുലോകമാക്കുന്ന ഈ തരം സന്ദർഭങ്ങളും ഇത്തരം കോമ്പോകളും. ഓക്കെ, നിങ്ങൾക്ക് തേർഡിലേക്ക് സ്വിച്ച് ചെയ്യാം. വന്നത് ലാലേട്ടനാണെങ്കിലും കയ്യടി കിട്ടിയത് അതാ. അതുകൊണ്ട് പാടി നമുക്ക് പോവാം. സെക്കൻഡ് ക്വാർട്ടറിൽ നിന്നും വീണ്ടും ഒരു ദേവാസുരം, ഒരു ലാലേട്ടൻ. എന്താകുമോ എന്തോ. വിൽക്കണ്ട വിൽക്കണ്ട. ഒരു കുറവുണ്ട് എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. നാനാ പൊട്ടനാ ബാല മതി മതി, ഇത്രയും മതി. മിടുക്കി ജയിച്ചു അല്ലേ? അതെ, അതങ്ങനെയല്ലേ പാടുള്ളൂ. അച്ചായി സീരിയൽ തുടങ്ങി. നിങ്ങളാരാ? പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. അതെ. ഞാനോ നിസ്സാരയായ ഒരു പെണ്ണ്. അതിന് പക്ഷെ ഒന്ന് നിങ്ങൾ ഓർക്കണം, എൻ്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സിനെ എനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോ ഒരു ആഭാസന്റെ മുന്നിൽ കെട്ടിയാടിയപ്പോൾ കളങ്ക ദൈവദത്തമായ ഒരു കലയാണ്. അതുകൊണ്ട് എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇതിവിടെ ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ മറച്ചു വയ്ക്കാം, പകുതി പൈസ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ ഇതോടെ ചിലങ്കയെല്ലാം എറിയേണ്ടത് യവനെന്നെ എടുത്ത് വെളി എറിയണ്ട. ഡയലോഗ് പറയുന്നതിനിടെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഇവരൊക്കെ ഡിസ്റ്റർബ്. നിങ്ങൾ സ്കിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അല്ലെ പിന്നെ ഇവിടെ മല മറിച്ച് വെച്ചേക്കണം. നമ്മളെ സ്കിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, രണ്ടുപേരും നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്തു. നമ്മൾ വീണ്ടും കോട്ട് നമ്പർ 3ലേക്ക് വരികയാണ്. നേരത്തെ പോയ ഒരു സ്പടികം ഉണ്ടായിരുന്നല്ലോ, അവരിപ്പോ എന്ത് കോലത്തിലാ തിരിച്ചു വരണേന്നുള്ളത്, ഇപ്പൊ പരകായ പ്രവേശത്തിലൂടെ അവരെന്തായി മാറി എന്നുള്ളത് ഇപ്പൊ കാണാം.
എന്തിലേക്കാണ് ബാക്കിൽ കൂടി ചന്തു വന്ന വഴി തന്നെ ബ്ലൗസിന്റെ ഹുക്കം കഴിച്ചു വിട്ടു. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തു ഒരു കളിക്ക് ഇറങ്ങുന്നില്ലല്ലോ. ചന്തു തോറ്റിട്ടുണ്ട് പലവട്ടം. ഏത് വട്ടം അത്? പല തവണ. മടങ്ങിപ്പോ മടങ്ങിപ്പോ അതാ മടങ്ങിപ്പോ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവളാണ് ആദ്യത്തെ ഡയലോഗ് പറയേണ്ടത്. ഞാൻ പല്ലിറുമി എന്റെ പകുതി പല്ല് തേഞ്ഞു തീർന്നു. ആ പുഴ കടന്നു വരാൻ വളരെ കുറച്ച് ദൂരല്ലേ ഉള്ളൂ. ഇത്ര നാളെ എവിടെയായിരുന്നു? ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. പുള്ളിയൊരു കസ്റ്റംസുകാർ പിടിച്ചേക്ക്. എല്ലാം ഞാൻ അറിഞ്ഞു. വരുമാനത്തിന്റെ കണക്കും എന്നോട് പറഞ്ഞു എന്റെ കെട്ടിയോൻ. ആഴ്ചയിൽ 4 ദിവസം പുള്ളി ഇവിടെ ഇല്ല. ആനാ പുള്ളി ഡാം സൈറ്റിൽ പണിക്ക് പോയേക്കാണ്. വേറൊരു മഠത്തിൽ ഡ്യൂട്ടിക്ക് പോവാ. വേറൊരു മഠത്തിൽ ഡ്യൂട്ടിക്ക് പോയി. വടക്കം തീരാതെ സീരിയൽ ഉണ്ടാടേ. ഞാൻ പിൻവാതിൽ തുറന്നിടാം. പുള്ളി സീരിയസ് ആക്കി എടുക്കും കേട്ടാത്. മൊത്തത്തിൽ ചീഞ്ഞ സ്ഥിതിക്ക് നമുക്കങ്ങ് പോയാലോ. എന്തായാലും അടുത്തതായിട്ട് കോഡ് നമ്പർ 4 പരകായ പ്രവേശത്തില് അവരിനി ഏത് റോളിലാണ് ഭാവത്തിലാണ് വരണേന്നുള്ളത് നോക്കാം. പിന്നെ എന്താടാ ചെയ്തേ? രവിയാണ് മധു അല്ലത്. ആ കൊച്ചിന്റെ കോലം കണ്ടാൽ അങ്ങനെ പറയും. ശീലയാണോ അന്നാച്ചാക്കോ ആണോ? നിങ്ങൾ ആരെങ്കിലും മധുവിന്റെ ഫിഗർ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഈ തുമ്മാനൊക്കെ വരത്തില്ലേ? ഇത് മധു മാത്രമല്ല, ഇത് മധുബാലെ. കരുത്തമ്മ, നീ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് ഉറക്കെ പാടി പാടി നടക്കും. എങ്കിൽ ഞാൻ അതോർത്ത് തൃക്കുന്ന പുഴയിലിരുന്ന് നിലവിളിച്ച് കരയും. കരുത്തമ്മ, എന്റെ കൊച്ചു മുതലാളി, കരുത്തമ്മ, എന്റെ കൊച്ചു മുതലാളി. കരുത്തമ്മ. ഡയലോഗ് ഡെലിവറി എല്ലാം നല്ല രസമായിരുന്നു. അതുമല്ല ഇത് സ്പോട്ടാണ് കേട്ടോ മാം. ഇത് സ്പോട്ടിൽ നമ്മൾ കൊടുക്കുന്ന ടാസ്കാ. അതാണ് ആക്ച്വലി ഷീലാമ്മയുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഷീ വാസ് വെരി ഗുഡ്. മധു സാറിന് ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. ഇത് കോസ്റ്റ്യൂം ഒക്കെ നമ്മൾ എന്തായാലും തന്നെ നമ്മൾ പെട്ടെന്ന് മാറ്റിയിടുന്നല്ലേ. അപ്പൊ അവാർഡ് നിനക്ക് തന്നെ. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറില് ഒരു കള്ളം കേറിയിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോ അടുത്ത റൗണ്ടില് ആ കള്ളൻ ഇതാ നമ്മുടെ മുന്നിൽ ചൂടോടുകൂടി വരാൻ പോവാണ്. പരകായ പ്രവേശത്തിൽ ദാ നമ്മുടെ വീശമാധവ്. ഇങ്ങനെ ചക്ക വെട്ടിയിട്ട് പോലെ കിടന്നാൽ ആരെങ്കിലും എടുത്തോട്ട് പോയാൽ പോലും അറിയില്ല. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു. നിന്റെ കൂമ്പിയ താമരമുട്ട് പോലുള്ള കണ്ണുകൾ
അങ്ങനെ കൈ വിടറോ? പോയാൽ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. കൈ വിടറോന്ന് ഞാനൊരു പറഞ്ഞു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കാണാ. ഓ താരാവസ്ഥ ബനാനസ് കപ്പലും എന്റെ അരഞ്ഞാണം ഭോഷണത്തിന്റെ ഹര പറഞ്ഞത് ഇതാദ്യമായിട്ടാ. ഇത് നിങ്ങള് അമ്മയും മരുമോളും എല്ലാം കൂടെ ഒരു ഒറ്റ അരഞ്ഞാണത്. നിങ്ങൾ വട്ടം കൂടി നിന്നിട്ട് ഇങ്ങനെ കിട്ടുമോ? ഇത് പിള്ളേച്ചന്റെ അറിഞ്ഞാണോണ്ടാ ഭോഷണത്തിന്റെ ഹര പറയുന്നത് ഞാൻ ആദ്യമായിട്ടാ. ഇത് കഴിയുമ്പോ ഡയറക്ടറുടെ കയ്യിൽ നിന്നാണ് ഹരം നീ അറിയാൻ പോകുന്നത്. അത് നീ ഓർത്തോ. ഇവനാണടാ ഈ പാട്ട് ടച്ച് കാണിക്കണവൻ. അവള് മാത്രം അനുഭവിച്ചാ പോരല്ലോ, ഇതിന്റെ ഭാരം ഞാനും കൂടി ഒന്ന്. പപ്പുമോൻ കൊള്ളാം, പപ്പുമോൻ കൊള്ളാം. ആക്ച്വലി എനിക്ക് തോന്നിയത് അശോകന്റെ ഒരു ഛായയായിട്ടാ തോന്നിയത്. നമ്മുടെ അശോകൻ. ഇത് അശോക അല്ല, വെറും ശോകം. ഈ അറിയണം നിന്റെ അറിയിൽ തന്നെ കിടക്കുന്നതാണ് എന്റെ ഭംഗി. വരൂ വരൂ. ഇനി ഇവിടെ നിന്ന് പുഴുക്കി ഇത് നീ തന്നെ കളിക്കണടാ, അത് നീ തന്നെ കളിക്കണം. അടുത്ത ആള് റെഡിയാണ് നമ്മുടെ ഉല്ലാസേട്ടൻ ആൻഡ് ശ്രീവിദ്യ വിത്ത് ആറാം തമ്പുരാൻ. അയ്യോ രാജൻ ബി ദേവ്. മഹാഭാരതത്തിലെ ദുശാസനന്റെ ഭാഗം നന്നായിട്ട് അഭിനയിച്ചു. പകരം പറയാൻ പോയത് ദ്രൗപദി വസ്ത്രക്ഷേപം പോലെ ഉണ്ടല്ലോ. അറിയില്ല, രാജൻ ബി ദേവ്. തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. അല്ലല്ല, ഇത് കരിന്തലക്കൂട്ടം നാടൻപാട്ട് സംഘത്തിന്റെ ആശാൻ. 10ാം ക്ലാസ്സിലാണെങ്കിലും നാക്ക് MAക്കാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ആങ്കറാണോ? അല്ല, അഴിഞ്ഞു വീണ കേശഭാരം കണ്ടുകൊണ്ട് ചോദിച്ചതാണ്. വഴിപോക്കനെ ഈ വളഞ്ഞമ്പലത്തിൽ എന്താ കാര്യം? വളഞ്ഞമ്പലമല്ല, അത് നമുക്ക് നോക്കാം. അതല്ലല്ലോ ഡയലോഗ്. വാക്കിലും നോക്കിലും നടത്തത്തിലുമൊക്കെ ഒരു ദൈവീക ഭാവം. ഇങ്ങനെയൊക്കെ പറയണമെങ്കിലേ കാണുന്നവരൊക്കെ കണ്ണുപൊട്ടനായിരിക്കണം. ഏതൊരുമാതിരി കണ്ണേറ് കിട്ടാൻ വേണ്ടി വെള്ളരിപ്പാടത്തുകൊണ്ട് തേക്കുന്ന കോലം പോലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രാജൻ ബി ദേവും ബസന്തിയും കൊള്ളാം. നന്നായിട്ടുണ്ടായിരുന്നു. റിയലി വെരി ഗുഡ്. മോഹൻലാലിന്റെ മറ്റേ ബോഡി ലാംഗ്വേജ് ശരിക്കും സമ്മതിക്കുന്നില്ല ചേച്ചി. ഇല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. വാട്ട് എവർ യു ഡൺ വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ശരിക്കും ആ ഡയലോഗ് സംസാരിക്കുമ്പോ ആ ചിരി ഇടയ്ക്ക് വന്നതും ആക്ച്വലി ലേഡി സൂപ്പർ സ്റ്റാർ ബസന്തിയെ പറ്റി പറയൂ. നോ മഞ്ജുന്റെ ക്യാരക്ടർ അത് മഞ്ജു. അടുത്ത പരകായ പ്രവേശത്തില് അടുത്തായിട്ട് വരാൻ പോണത് നമ്മുടെ സുമയാണ്. പക്ഷേ പഴശ്ശിരാജയായിട്ട് വരണേ. പഴശ്ശിരാജ ആയോ നോക്കണ്ടേ? ലെറ്റ്സ് വെൽക്കം. കാലമൂടനാണല്ലോ വീടിരാജപ്പൻ.
നാട്ടുകാരുടെ രക്ഷയ്ക്ക് കമ്പനി പട്ടാളത്തിന് ഒരു താവളം കിട്ടിയത് പഴശ്ശി കൊട്ടാരം അവർ കയറി കൊള്ളയടിച്ചു. ഒരു ഇച്ചിരി കാലാകാലങ്ങളായി നിലവറയ്ക്കുള്ള ദ്രവ്യങ്ങളും ആഭരണങ്ങളും ഇതിന്റെ സ്ക്രിപ്റ്റും ഒരുത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടുപോയി ഞാൻ നല്ല രണ്ടാൾക്ക് ഇച്ചിരി ഡൈ മേടിച്ചടിച്ചിട്ട് വരാൻ വളരെ നിലവറ കയറി ഈ കേരള വർമ്മയ്ക്ക് പാർക്കാൻ സ്ഥലമില്ല. ഡയലോഗിലും റിയാക്ഷനിലും എന്താ നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പിടിക്കും. എന്ത് നഷ്ടപ്പെട്ടത്? പഴശ്ശിയുടെ കളി കമ്പനി കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിട കബഡിയാണോ? കമ്പനിയുടെ കളി എന്നാ പറഞ്ഞ എന്നെ പിടിച്ചില്ലെങ്കിൽ നോക്കണേ. അതിന് അങ്ങനെ അങ്ങനെ നോട്ട് നോക്കിയേ. എന്തെങ്കിലും ഒന്ന് മിണ്ടു. മാട്ട പോലെ നിൽക്കാതെ എന്തെങ്കിലും പറയൂ. എന്നാ തമ്പാക്ക് തുപ്പിക്കളഞ്ഞിട്ട് പറ. താങ്ക് യു. സോ ഇതാരാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഉണങ്ങാനിട്ടല്ലെന്ന് നിങ്ങൾ ഇത് കാണണം. ഇതെനിക്ക് എങ്ങനെ ചേരും? പിന്നെ ഞാൻ ഈ പ്രോപ്പർട്ടി ഇട്ടോണ്ട് വരണ്ടേ? വേണം. നിന്റെ അരവണ്ണത്തിലുള്ള സാധനമാണിത്. ക്രിയേറ്റിവിറ്റി അടിപൊളി കേട്ടോ. How he utilized the cost. ഉള്ളതുകൊണ്ട് പക്ഷേ എന്നാലും ഞാൻ ക്യാരക്ടർ വിടില്ല. അതെ, എനിക്കത് ചെറുതാണോ വലുതാ ഒന്നും മിണ്ടിയില്ല. അതിനെ നീറ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അത് അവിടെയാ കിടക്കുന്നത് ക്രിയേറ്റിവിറ്റി. ഈ ഉല്ലാസേട്ടൻ ഇന്നും 4 കാലിലാന്നൊക്കെ പലരും പറയുമെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു വിശ്വാസം വരുന്നത്. ഇരിക്കുന്നവർക്ക് ബഗേഴ്സ്, കൂലീസ്, മാനിപ്പുലേറ്റേഴ്സ്. ബാബു, ഐ തിങ്ക് യു ആർ എഡ്യൂക്കേറ്റഡ്. ധാരാളം വായിക്കാറുണ്ടല്ലേ? ഒന്നോ രണ്ടോ വരി വായിക്കും, പിന്നെ എല്ലാം വീട്ടിൽ ഇരുന്നുള്ള പ്രാക്ടീസ്. ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? ആ ഒരു പ്രതിഷ്ഠമായില്ലെന്ന്. പിന്നെ എന്നോട് എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് എനിക്ക് എപ്പോഴും ഇഷ്ടം മാത്രമേ ഉള്ളൂ. ആരും മീട്ടാത്ത മീടയാണ് നീ. എന്തെങ്കിലും പറഞ്ഞാലേ കഥ മുന്നോട്ട് പോകൂ. നിന്ന് മെഴുകാതെ ആ ബ്രസറൊന്നും അടിക്കാൻ പറയൂ ഡയറക്ടർ സാർ. അടിപൊളി, നല്ല രീതിയിൽ ചെയ്തു അല്ലേ ഇവര്? മനസ്സിലായിരുന്നു. മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വിഷ്വൽ ട്രീറ്റ്? തമാശയാണ് സ്റ്റാർ മാജിക് ടീം ഒപ്പിച്ചതെന്ന് അറിയാം, എന്നാലും ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു? മെയിൻലി എല്ലാവരുടെയും ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി 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 ക്രെഡിബിൾ. കാരണം വെച്ചാൽ അങ്ങനെ എളുപ്പമല്ല. ഇതുപോലെ പെട്ടെന്ന് അപ്പോൾ തന്നെ ഇംപ്രോംപ്റ്റു ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓർത്ത് അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് വാട്ട് എവർ യു ഹാവ് അത് വെച്ചിട്ടാണ് നമ്മൾ അതിന് പിന്നെ ആ ബോഡി ലാംഗ്വേജ് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ഇപ്പം നിങ്ങൾ പറയുന്നതുകൊണ്ട് നമുക്ക് ഏത് പടത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് ലാസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ നിങ്ങളുടെ മൂവ്മെന്റ്സും ഡയലോഗ്സും കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ മൈൻഡിൽ പോകുന്ന ജയൻ. അപ്പോൾ ആ ഒരു ഇതിൽ ഇറ്റ്സ് വെരി വെരി വെരി
എന്താ പറയാ അഡ്മയറബിൾ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഐറ്റം കൊണ്ടുവന്നതിന് താങ്ക്സ് ടു സ്റ്റാർ മാജിക്. റിയലി ഗുഡ്, വെരി എന്റർടൈനിങ്. നമുക്ക് മാക്സിമം ചിരിക്കാം. ഈ പാന്റ് ഞാൻ ഇടാൻ നോക്കിയിട്ട് ഒരു രക്ഷയും നടന്നില്ല. ആ പാന്റ് അന്നാച്ചാക്കൊക്കെ വരെ ടൈറ്റ്. ശരിക്കും റാൻഡം ആയിട്ട് കുറച്ച് ഔട്ട്ഫിറ്റ്സ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ കണ്ണാടിയോ അങ്ങനെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. എല്ലാ മോഹത്തിന് വേണം ഇവർ ഡ്രസ്സപ്പ് ചെയ്ത് വരാൻ. എന്നിട്ടും അത് ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ചേട്ടൻ യൂട്ടിലൈസ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ക്രിയേറ്റീവ്, വെരി വെരി ക്രിയേറ്റീവ്, വെരി നൈസ്. ശ്രീവിദ്യ അസലായിട്ട് ചെയ്തു, സ്പോർട്ടീവായിട്ട് എല്ലാം വന്ന് ചെയ്തല്ലോ. സോ ദാറ്റ് ഇസ് റിയലി ഗുഡ്. സ്റ്റാർ മാജിക്കിനോട് ആദ്യം നമ്മൾ ഒരു താങ്ക്സ് പറയണത് വെച്ചാൽ ഈ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതിന്. ദാറ്റ് ഈസ് ദ ഹൈലൈറ്റ് ഓഫ് ദിസ് ഷോ. താങ്ക് യു സോ മച്ച്. ബിക്കോസ് നമ്മൾ ഒരിക്കലും ഇതൊരു ഷോ ആണ്, അല്ലെങ്കിൽ നമ്മൾ റിയാലിറ്റി ഷോയിൽ വന്ന് ഇരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അഭിനയിക്കണം എന്നോ അങ്ങനെ ഒരു ഫീലില്ല. നേരത്തെ എന്നെ ഈ ഇതിനെ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്, വൈബ് അങ്ങനത്തെയാണ്. സോ ദാറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു ജോയിൻ ദെം എന്ന്. അതുപോലെ തന്നെയാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇതായിട്ട് പറയല്ല, ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാനും ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ ഫാമിലിയിലൊക്കെ ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ ഫീൽ ചെയ്തു. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്, ലക്ഷ്മി, ആൻഡ് all of you, each one of you. So much ma'am for your valuable words. ഇതിന്ന് മനസ്സിലായോ, ഇത് ഞങ്ങൾ പറഞ്ഞു പറയിപ്പിച്ചതല്ല, സ്റ്റാർ മാജിക് പറയുന്ന വാക്കുകളെല്ലാം സത്യമാണെന്ന്. ഇവിടുന്ന് ഒരു കോൾ അങ്ങോട്ട് പോയപ്പോൾ മാമിന് കൊടുത്ത വാക്ക് എന്താണ്, ഇവിടെ മാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ മാം തന്നെ ആ ഒരു ഗോൾഡൻ വേർഡ്സ് നമുക്കായിട്ട് പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. അങ്ങനെ സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെന്നറിയില്ല, ഒരുപാട് ചിരിച്ചിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ കിച്ച് കിച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സുഖമായിട്ട് കൂർക്കം വലിച്ചൊരു ഉറക്കം അത് നിർബന്ധം എല്ലാവർക്കും. ബൈ.